ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അലമാരയിൽ അല്ലെങ്കിൽ പെട്ടിയിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പഴയ സെറ്റും മുണ്ടും. അതിപ്പം സാധാരണ സെറ്റ് മുണ്ടുകളൊക്കെ ഒരുപാട് കാലം മടക്കി വെച്ച് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് പൂപ്പൽ വരിക, അല്ലെങ്കിൽ കറകളൊക്കെ വീഴുക, അങ്ങനെ കളറൊക്കെ വരില്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ എടുത്ത് തലയാണയ്ക്കകത്ത് വെക്കുക. ചിലവർ അങ്ങനെയൊക്കെ തുണികളൊക്കെ വെച്ച് തലയാണ വെക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കളയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിനുപരി നമുക്കത് സ്റ്റിച്ച് ചെയ്തൊരു പട്ടുപാവാടയോ ചുരിദാറൊക്കെ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ അത് നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ കളർ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിലെ ആ ഒരു അഴുക്കുകൾ നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാനിത് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ആദ്യം 2 ചുരിദാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നോടൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ വീഡിയോ ഇടണം, കുർത്തിയുടെ ഫുൾ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞ്. സത്യത്തിൽ ഞാൻ ഫുൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കാരണം. സെക്കൻഡ് എന്ന് പറയുന്നത്, ഞാനും ഹെവി തയ്യൽക്കാരിയല്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഞാനും മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അടയാളപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറച്ച് ഐഡിയാസ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും ചെയ്യാത്തത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ പൊട്ടത്തെറ്റാ പറയുന്നതെങ്കിൽ നിങ്ങളത് കേട്ടിട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലോങ് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ കാണുന്നവർക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ വീഡിയോസ് കൊണ്ടുപോകാം. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ളത് മാത്രം സ്ലോയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അളവ് മാർക്ക് ചെയ്യുന്നതാണ്. ഞാൻ കുഞ്ഞാറ്റയ്ക്കാണ് പട്ടുപാവാട തയ്ക്കുന്നത്. അപ്പോൾ കുഞ്ഞാറ്റയുടെ അളവാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്യുന്നത് മെയിൻ ക്ലോത്തിലല്ല, ഞാൻ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു മുണ്ടാണ്, വേറൊരു മുണ്ടാണ് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതെന്ന് പറഞ്ഞാൽ 10 രൂപയുടെ കളറിങ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുണ്ടാണ്, കോട്ടൻ്റെ മുണ്ടാണ് ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിലാണ് ഈ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കളറ്. ഞാനൊരു കറുപ്പും പച്ചയും വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ പച്ചയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ചരുവത്തിനകത്തോട്ട് ശകലം വെള്ളം, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കളറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചരുവത്തിനകത്തോട്ട് ഞാൻ അത്യാവശ്യം വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ ചരുവ് കേട്ടോ. ഇത് കളർ പിടിക്കുമോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും ഇത് ഞാൻ എടുക്കുകയാണ്. അപ്പം ഇതിനകത്തോട്ട് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ഉപ്പ് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാനാണ് ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ പുതിയ പാത്രം ആയതുകൊണ്ടാണ് ചിലപ്പോൾ അത് പണി കിട്ടും. അപ്പോൾ ഞാൻ പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ചേർത്തതുണ്ട്. കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ വെള്ളം നല്ലപോലെ വെട്ടിത്തിളങ്ങണം. കാരണം നമ്മൾ ഡയറക്റ്റ് ബക്കറ്റിലോട്ട് വെച്ചിട്ടാണ് മുക്കുന്നത്. അപ്പം ഇതിനകത്ത് വെച്ച് നമ്മൾ പൊടി തിളപ്പിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, പാത്രം പുതിയതായി പോയി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇതിന് ഫസ്റ്റ് പരീക്ഷണമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഒന്ന് വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം ഇതെടുത്ത് നമുക്ക് ബക്കറ്റിനകത്തോട്ട് ഒഴിക്കും. അതിന് ബക്കറ്റിൽ നിന്ന് നമുക്ക് മുക്കി വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് തിളക്കട്ടെ. ഇങ്ങനൊരു നൂല് കെട്ടിയിട്ടുണ്ട്. കാരണം പകുതിക്ക് വെച്ച് കളർ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ എന്തൊക്കെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പകുതിക്ക് വെച്ചിട്ട് കളർ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തയ്യൽ മെഷീൻ്റെ നൂലാണ്. അപ്പം ഇവിടെ വെച്ചിട്ട് ഇത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി നോക്കാം. നമുക്ക് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും എന്തായാലും തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചു, കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട്. സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ മെഷീൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അതാണ്ട് മെഷീൻ കിടക്കുന്ന റൂമാണ് ഇത്, കണ്ടോ. ഇത് ഈ ഒരു ചെറിയ റൂമിലാണ് ഞാൻ മെഷീൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ട്രൈപോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ടോ ഒന്നും വെച്ചിട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കട്ടിങ്ങൊക്കെ ഞാൻ ഈ കട്ടിലയിൽ ഇവിടെ ട്രൈപോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്.
പക്ഷെ സ്റ്റിച്ചിങ് നമുക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അതല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടിന് ആൾ വേണം. അപ്പോൾ സപ്പോർട്ടിന് ആളില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാത്തത്. പിന്നെ ഇതെൻ്റെ സാധാ മിഷനാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മിഷൻ. കാരണം വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു മിഷൻ. അങ്ങനെ വാങ്ങിച്ചാട്ടോ. ഇപ്പം വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞാൽ തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ട്രൈപോഡ് വാങ്ങാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഞാനിവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതല്ലാതെ കട്ടിൽ വെച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ കട്ടിലിരിക്കുമ്പോൾ എൻ്റെ പുറകോശം മാത്രമേ കാണുള്ളൂ. ഞാൻ തയ്ക്കുന്നത് അത് കാണത്തില്ല. നമുക്ക് ഇതല്ലേ കാണേണ്ടത്. പക്ഷെ ഇത് കാണണമെങ്കിൽ നമുക്ക് ഞാൻ ഈ നിൽക്കുന്ന പൊസിഷനിൽ ട്രൈപോഡ് വെച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് പരിഹരിക്കാം. ആരത് കാക്കുമാക്ക് ആരൊക്കെ ഏത്ത വെള്ളം വീഴും. ഇപ്പം നമ്മൾ മൊത്തം കളർ മുക്കിയിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി കിട്ടണം. നമ്മുടെ ഫൈനൽ ലുക്ക് ഇത്. ഞാൻ കളർ മുക്കിയതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം കയ്യിൽ കളർ മുക്കിയിട്ട് അത് ബോറായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈക്ക് കറക്റ്റ് വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് തന്നെ കൊടുത്തു. പിന്നെ താഴെ ഈ പട്ടയും വെച്ചു. പിന്നെ സ്കേർട്ട് പകുതിക്ക് മാത്രമേ ഞാൻ കളർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കളർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നുകൂടെ കളർ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്താലാണ് കളർ ബെറ്ററായിട്ട് വരുന്നത് എന്നുള്ളത് ഇപ്പം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അടുത്തത് ഞാനൊരു ബ്ലാക്ക് കളറോടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, കളർ മുക്കുന്നത് മാത്രമായിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാനിടാം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിനിപ്പം ഇട്ട് ഫോട്ടോയും കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.